ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കൊളീഗിനെ ഞാൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, എന്ത് ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ സെന്റൻസിൽ ആൻസർ പറഞ്ഞു. അഡ്മിൻ റോളിലോട്ട് ദൈവ് പോയപ്പോ ഇത്രയും സ്ട്രഗിൾ ദൈവ് പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം, പിന്നെയാണ് ഇതിന്റെ എക്സാക്ട് റിയാലിറ്റി മനസ്സിലാവുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. കാരണം ഒന്ന്, എനിക്ക് NHS എക്സ്പീരിയൻസ് ഇല്ല. രണ്ട്, എനിക്കുള്ള എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് എഡ്യൂക്കേഷണൽ ഫീൽഡ്, ഒന്ന് റീറ്റെയിൽ. എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ആളുടെ ഈ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ പാനലിൽ ചോദിച്ചു, നിനക്ക് എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ആള് വിചാരിച്ചു ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടെ വന്ന ഒരാളാണെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല. നമ്മുടെ കയ്യിൽ തന്നെ കയറി പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രിപ്പറേഷൻ മസ്റ്റ് ആണല്ലോ. ഈ 9 ഇന്റർവ്യൂന്ന് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ NHS എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവിടെയുള്ള അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയുകയോ പ്രിപ്പയർ ചെയ്യോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, അതേസമയം ഔട്ട് ഓഫ് NS ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ദൈവ് ഇപ്പൊ ഇതേപോലെ പ്രിപ്പറേഷൻ എടുത്തു, ഇപ്പം ദൈവ് ഇപ്പൊ ഇതിന് വന്നു, ഈ ഒരു സെഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നു കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ഒരു പ്രിപ്പയർഡ്നെസ് ആണ്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തായാലും. അതായത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടണം എന്തായാലും. സത്യം പറഞ്ഞാൽ എന്റെ ബിഹേവിയറിൽ തന്നെ ആ സമയത്ത് ചേഞ്ച് വന്നു. ഞാനിവിടെ വീട്ടിൽ വൈഫിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വാല്യൂസ് എടുത്ത് അതായത് നീ അത് റീഅഷ്യൂർ ചെയ്യണം, ആ വാക്കുകൾ അത് ഓട്ടോമാറ്റിക്കലി അത് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ആക്ച്വലി അതിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി എനിക്ക് എളുപ്പമായിരിക്കും കൺവേഴ്സ് ചെയ്യാൻ. 100% നല്ല. അതാ ദൈവം ഇപ്പം എനിക്ക് ദൈവന്റെ അടുത്ത് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി അതാണ്. കാര്യം ഇന്റർവ്യൂവിന് എല്ലാവരും പ്രിപ്പയർ ചെയ്യും. നമ്മളിൽ തന്നെ അഡ്മിൻ റോൾസ് അല്ലെങ്കിൽ നോൺ അഡ്മിൻ റോൾസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റോൾസ് ഒക്കെ ഒരുപാട് കുട്ടികൾ വരും. പക്ഷേ അവർക്ക് എല്ലാവരും വിചാരിക്കണം, ഓക്കെ നമ്മുടെ റെക്കോർഡ് സെഷൻ വീഡിയോ എടുത്തു, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം കിട്ടി, എല്ലാം കയ്യിലുണ്ട്, കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ കിട്ടും. മോക്ക് മസ്റ്റ് ആണ് ഇത്. അതാണ്, അത് വേണം. അത് ഒരു തവണയെങ്കിലും മോക്ക് അറ്റൻഡ് ചെയ്താലേ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ NHS ഇപ്പൊ വിളിച്ചു, ഓക്കെ നമ്മുടെ ഭാഗത്ത് നമുക്ക് ഇന്റർവ്യൂ കിട്ടി, നമ്മൾ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും, പക്ഷെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. എന്താണ് പ്രശ്നം നമുക്ക് അവരൊരു ഫീഡ്ബാക്ക് തരും, പക്ഷെ ആ ഫീഡ്ബാക്ക് എങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്യും എന്നൊരു ഐഡിയ വേണമെങ്കിൽ കറക്റ്റ് ഒരു മെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കാര്യം ദേവിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഒന്ന്. ഓക്കെ, ഇപ്പൊ ദേവ് തന്നെ എന്റെ അടുത്ത് പറയാണ്, ഇത് ഞാൻ ഓൾറെഡി കോപ്പറേറ്റീവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്റർവ്യൂ പാനലിൽ ഞാൻ ഇരിക്കാറുണ്ട്. അപ്പൊ ലൈക്ക് ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ദേവ് നമുക്ക് ഒരു കാര്യം ചെയ്യും, ഹോൾഡ് ഓൺ, നമുക്ക് മോക്കിന്റെ സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലെ. ഇത്രയും കാര്യങ്ങൾ ദൈവം ഒന്ന് ചെയ്യ്, പ്രിപ്പയർ ചെയ്യ്. അപ്പം ഇത് ദൈവം ഒന്ന് ആലോചിക്കും. ഇപ്പൊ ദൈവം ആ വീഡിയോ സെഷൻസ് കാണാതെയോ മെറ്റീരിയൽസ് റെഫർ ചെയ്യാതെയോ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെയോ മോക്കിലോട്ട് വന്നിരുന്നെങ്കിൽ ദൈവന് പ്രിപ്പയർ അല്ലെങ്കിൽ പെർഫോം ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ ആ മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും റെഫർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കണക്ട് ചെയ്യാൻ പറ്റില്ല ചെയ്തു. കാരണം ഇപ്പൊ ഞാൻ അതൊന്നും ചെക്ക് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്റെ ആൻസേഴ്സിൽ ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. കാരണം ഒന്ന്, എനിക്ക് NHS എക്സ്പീരിയൻസ് ഇല്ല. രണ്ട്, എനിക്കുള്ള എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് എഡ്യൂക്കേഷണൽ ഫീൽഡ്, ഒന്ന് റീറ്റെയിൽ. അപ്പൊ ഞാൻ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് സംസാരിക്കുമായിരിക്കും, പക്ഷെ അതിനെ ഒരിക്കലും എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കള്ളത്തരം പറയുമായിരിക്കും, പക്ഷെ അതിനെ എനിക്ക് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും അതൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കില്ല. കറക്റ്റ് ആയിട്ട് ആ മെറ്റീരിയൽസ് വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ അത് വായിച്ചതിന് ശേഷം ഞാൻ എന്റെ ആൻസർ അതേപോലെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ദൈവന്റെ ചോദിക്കാനുള്ള മെയിൻ. ദൈവന് ഒരു അഡ്വൈസ് ഈ ഇപ്പൊ അഡ്മിൻ റോൾസിൽ ഇപ്പൊ ദൈവം മെയിൻ ആയിട്ട് അഡ്മിൻ റോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അഡ്മിൻ റോളിലോട്ട് ദൈവ് പോയപ്പോ ഇത്രയും സ്ട്രഗിൾ ദൈവ് പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം, പിന്നെയാണ് ഇതിന്റെ എക്സാക്ട് റിയാലിറ്റി മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്തുള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ദൈവന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണ്? ഒരാൾക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. അതെ, ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ ഒന്ന്, ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആദ്യമായിട്ട് പോകുന്ന ഒരാള്, അവർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല എന്ന് പാനലിന് വ്യക്തമായിട്ട് അറിയായിരിക്കും. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ ചാൻസ് ഉണ്ട്. അവർ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് റെഫർ ചെയ്തിട്ട് പോയി അവർക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അവർ ഫ്രഷർ ആണ് എന്നൊരു ഐഡിയ ഓൾറെഡി പാനലിനുണ്ടാവും. പക്ഷെ ഇപ്പം എന്നെ പോലത്തെ ഒരു കാൻഡിഡേറ്റ്സ് പോകുമ്പോൾ നമ്മൾ പോകുന്ന ഒരു മിക്സഡ് മൈൻഡിലായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ. കാരണം എന്റെ കാര്യം ഞാൻ ഇതിലൊക്കെ ഇന്ന കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ NHS എക്സ്പീരിയൻസ് എനിക്കില്ല. അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പം അത് ഡയറക്റ്റ് പോയി ക്രാക്ക് ഇത് പ്രിപ്പയർ ആവാതെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പാടായിരിക്കും. ചിലപ്പം റെയർ ആയിട്ട് ചിലർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷെ എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. അത് NHS ഏത് റോൾ ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന റോള് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് മറ്റ് ഒരു വഴിയുമില്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കഴിവിൽ തന്നെ കയറി പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. അല്ലാതെ ഒരിക്കലും എനിക്ക് ആ പാനലിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 9 ഇന്റർവ്യൂന്ന് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. വേറെ ഒരു വഴിയില്ല അവരെ കൺവിൻസ് ചെയ്യാൻ. കറക്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നാൽ മാത്രമേ അവിടെ പോയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശേഷമാണ് കറക്റ്റ് ഞാൻ
ഞാൻ എന്റെ ആൻസേഴ്സിന്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യാനും ഇന്ന ആൻസർ ഇത്രത്തോളം ലെങ്തി ആയിരിക്കണം, ഇന്നതിനെ കുറിച്ച് ഞാൻ ഇത്രയും സംസാരിച്ചാൽ മതി, ഇന്ന ആൻസർ പറയുമ്പം ഞാൻ ഈ വാല്യൂസ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ചുമ്മാ അങ്ങ് പറഞ്ഞു പോകരുത്, കറക്റ്റ് ആയിട്ട് ആ വേർഡിങ്സ് പ്രോപ്പർ ആയിരിക്കണം എന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടിയത് എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ആ മോക്കിന് ശേഷമാണ്. കാരണം ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, എന്ത് വാല്യൂ ആണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചതെന്ന്. ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ ഞാൻ ആ വേർഡ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് എനിക്ക് പിന്നെ, കാരണം ഞാൻ ആ വേർഡ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അത് നോട്ട് ഡൗൺ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ എന്റെ ആൻസേഴ്സ് ഡിസൈൻ ചെയ്തു ആ മോക്കിന് ശേഷം. അതായത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ വാല്യൂസ് ബിഹേവിയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ആ ഹൈലൈറ്റ് ചെയ്യേണ്ട ആ മെയിൻ വേർഡ്സ്, ആ വേർഡിങ്സ് കറക്റ്റ് ആയിട്ട് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും. അപ്പൊ എനിക്ക് അത് എന്റെ കണ്ണുകൊണ്ട് കാണാം അവർ എഴുതിയുടെ. അപ്പം കാരണം അവരതായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത് ആൻസേഴ്സിൽ നിന്ന്. അപ്പം അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയത് ആ മോക്കിന് ശേഷമാണ്. അതിനുശേഷം എന്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യാൻ. കാരണം ചിലതിനെ കുറിച്ച് നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കും, എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ടടുത്ത് വളരെ ചുരുങ്ങിപ്പോകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കൊളീഗിനെ ഞാൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, എന്ത് ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ സെന്റൻസിൽ ആൻസർ പറഞ്ഞു ഫസ്റ്റിന്റെ. മോക്കിന് ശേഷമുള്ള ഇന്റർവ്യൂവിന് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ആ ആൻസറിനെ കുറിച്ച് മാത്രം ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 to 5 minutes സംസാരിച്ചു. കാരണം എനിക്ക് അതിനെ കുറിച്ചുകൂടി ആ മോക്കിന് ശേഷം അതിനെ കുറിച്ച് ബ്രോഡർ നോളേജ് വന്നു. ഓക്കെ, ഇതാണ് ഞാൻ പറയേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്റെ പ്രീവിയസ് ജോബിൽ ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അത് ഡിസ്പ്ലേ ചെയ്തില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതെ, ഇപ്പൊ ദേവ് പറഞ്ഞുകൊണ്ട് എന്റെ ഓർമ്മയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതേപോലെ കോൺഫ്ലിക്റ്റിന്റെ കാര്യം ചോദിക്കും. ഓക്കെ, നമ്മളൊരു കാൻഡിഡേറ്റ് വന്നു, അപ്പം കാൻഡിഡേറ്റിന്റെ 6ാമത്തെ ഇന്റർവ്യൂ ഫെയിൽ ആയതിനു ശേഷമാണ് നമ്മളെടുത്ത് പ്രിപ്പറേഷൻ എടുക്കാൻ വരുന്നത്. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഓരോ ഫീഡ്ബാക്കിൽ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കാൻഡിഡേറ്റ് പറഞ്ഞു, സാർ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട് തർക്കം എന്നുള്ളത് മാത്രമേ പുള്ളിക്കാരിക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പം ആളുടെ ഈ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ പാനലിൽ ചോദിച്ചു, നിനക്ക് എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ലൈഫിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്? അപ്പം ആള് വിചാരിച്ചു ഈ ഒരു കോൺഫ്ലിക്റ്റ് കൂടെ വന്ന ഒരാളാണെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല. അവർ വിചാരിക്കും ഇയാൾ പ്രശ്നക്കാരിയായിരിക്കും. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ പണ്ട് വർക്ക് ചെയ്ത സ്ഥലത്ത് കോൺഫ്ലിക്റ്റേ ഇല്ലായിരുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇവര് പ്രതീക്ഷിക്കുന്ന ആൻസർ അതല്ല. ഓക്കെ, കാൻഡിഡേറ്റിന് മനസ്സിലായല്ലോ, ഓക്കെ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സിനകത്ത് വരുന്ന ഒരു സംഭവമാണ്, ഇല്ലേ? അപ്പൊ പിന്നീട് ആൾക്ക് ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആള് മനസ്സിലാക്കുന്നത്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കോൺഫ്ലിക്റ്റിനകത്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തി സംസാരിക്കണം. എനിക്കും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇത്. അപ്പം ഇതാണ് സംഭവം. എനിക്ക് സംഭവം ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഈ സിറ്റുവേഷൻ പറഞ്ഞു, ഞാൻ അത് സോൾവ് ചെയ്ത കാര്യവും പറഞ്ഞു. പക്ഷെ എനിക്ക് മോക്കിന് ശേഷമാണ് മനസ്സിലായി ഞാൻ മിസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് പ്രിക്കോഷൻസ് എടുത്തു ഇത് ഇനി ഉണ്ടാവാതിരിക്കാൻ, അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് പിന്നീട് അതെ. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് അതാണ്, നമ്മൾ ചില സമയത്ത് നമ്മൾ ആൻസേഴ്സ് പറയാൻ മടിച്ചിട്ട് പറയില്ല, ചില സമയത്ത് നമ്മൾ പറഞ്ഞാലും അത് ഇൻകംപ്ലീറ്റ് ആയി പോവാറുണ്ട്. ആ ഇൻകംപ്ലീറ്റ് ആവുന്നത് അത് അവർ പറയില്ല. അത് നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അല്ല, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് തരാനുള്ള ഒരു റിസോഴ്സ് ഇല്ല അവിടെ. മനസ്സിലായ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് റഫായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും, ജനറൽ ആയിട്ടൊരു ഐഡിയ തരും. ഓക്കെ, ഇന്നതാണോ എന്നല്ല, അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഹെൽപ്പ് കിട്ടത്തില്ല. എന്തായാലും അതിൽ ഒരുപാട് സന്തോഷം. ഇനി അതുപോലെ തന്നെ ദേവ് ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നു, ഇല്ലേ? ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം കുറച്ച് റിജക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് അതിലോട്ട് വീണ്ടും ലൈക്ക് വിൽഫുള്ളി മടുപ്പൊന്നും തോന്നാതെ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ തന്നെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്? കാര്യം കംപ്ലീറ്റ്ലി ന്യൂ ആണ് NHS എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ദൈവം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നമുക്ക് തന്നെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രം, ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് എങ്ങനെ ദൈവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തത് സത്യം പറഞ്ഞാല് ഞാൻ അധികം സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അതായത് ഇപ്പൊ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്പ്ലേ ചെയ്യുന്നതും സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എല്ലാം കൊടുക്കും, എല്ലാത്തിനും ഏകദേശം ഒരേപോലെ കൊടുക്കും. അല്ലാതെ ജോബ് റോൾ അനുസരിച്ച് ഞാൻ മാറ്റില്ലായിരുന്നു. പിന്നെയാണ് അതിനുശേഷം എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും അതിലും വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, വേണമെങ്കിൽ ആ വേക്കൻസിക്ക് അനുസരിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ കൊടുക്കാം. പക്ഷെ സപ്പോർട്ടിങ് ഇൻഫർമേഷനും ഒരു
പ്രീ സ്ക്രീനിങ് ക്വസ്റ്റ്യനും ഉണ്ട്. അതെ. ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ അത് എല്ലാ വേക്കൻസിക്കും ഞാൻ കണ്ടിട്ടില്ല. ചില വേക്കൻസിക്ക് ഒരു പ്രീ Pre-screening സ്ക്രീനിങ് question. ക്വസ്റ്റ്യൻ അവർ കൊടുക്കാറുണ്ട്. അതിൽ നമ്മളൊരു ഷോർട്ടായിട്ട് ഒരു 100 വേർഡ്സിൽ സംസാരിക്കണം. കൊടുക്കണം. അതെ. അപ്പം അതുപോലും ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഞാൻ വളരെ നിസ്സാരമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കണക്കാക്കിയത്. അതെ. അതുപോലും ഇമ്പോർട്ടന്റ് ആണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ആ 100 വേർഡ്സ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിന്നെ അതിനുശേഷം സപ്പോർട്ടിങ് ഇൻഫർമേഷൻസും ഇങ്ങനെ വലിച്ചു വാരി എഴുതാതെ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ എഴുതണമെന്ന് എനിക്ക് തോന്നി. കാരണം അതായത് പറ്റുമെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് കറക്റ്റ് ആയിട്ട് സ്പേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് ചെയ്ത് അവർക്ക് ഓരോന്നായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നി. വെറുതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വയ്ക്കാതെ ആവശ്യമുള്ള റോളുകൾക്ക് മാത്രം എലാബറേറ്റ് ചെയ്തും അതിനാവശ്യമില്ലാത്ത റോളുകൾക്കും ഒക്കെ ഒരു 500-600 ആയാലും കുഴപ്പമില്ല, കുറച്ച് വേർഡ്സ് വെച്ചാലും കൊടുത്താൽ മതി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ആ സമയത്ത് ഞാൻ ഇത് കണക്ക് നിങ്ങളുടെ വീഡിയോസ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മിസ്സസ് ആണ് എനിക്ക് അയച്ചു തന്നത്. അത് പറഞ്ഞു അത് കണ്ടിട്ട് ഇത് ചെയ്യും, ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ. എനിക്ക് ആ വീഡിയോ മറന്നുപോയി. അത് എന്റെ മിസ്സസ് ആ വീഡിയോ കണ്ടിട്ടായിരുന്നു മിസ്സിന്റെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഒരു ഒക്ടോബറിൽ. അപ്പൊ ആ സെയിം വീഡിയോ എനിക്ക് അയച്ചു തരുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ എന്റെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ദേവിന്റെ പ്രീവിയസ് ആപ്ലിക്കേഷൻ ദേവ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോഴും അതിനുശേഷം ദേവിന് കറക്ഷൻ തന്നതിന് ശേഷം ദേവ് എടുത്ത് നോക്കുന്ന ആപ്ലിക്കേഷനും കമ്പയർ ചെയ്താല് ഒരുപാട് വ്യത്യാസം. എനിക്ക് എന്നെ കുറിച്ച് തന്നെ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് വളരെ ഡിസൈൻഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, വളരെ കെയർഫുൾ ആയിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട്. ഞാൻ അതിനുശേഷം എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയനെ ചെയ്തു കൊടുത്തു. പുള്ളിക്കാരന് ജോബ് കിട്ടി. അപ്പം അവന് MNC ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, പക്ഷെ അവൻ അത് കിട്ടാൻ കാരണം MNC ആണ്. കാരണം ഞാനാണ് ചെയ്തു കൊടുത്തത്. അത്രേ ഉള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാൾക്ക് എല്ലാരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ഇപ്പൊ നമ്മൾ വീഡിയോസിലാണെങ്കിലും ഇപ്പം ദേവിന് ഇപ്പൊ എത്രയോ പേരെ സപ്പോർട്ട് ചെയ്യാം. എന്തായാലും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അതേ ഉള്ളൂ, നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഒന്ന് വാക്കാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. ഞാൻ എന്റെ ആപ്ലിക്കേഷൻസ് അയച്ചു കൊടുത്തപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയി. പറഞ്ഞു ഓക്കെ എന്റെ ബ്രദറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു. ഞാനത് അവന് വേണ്ടി ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അവന് കിട്ടി. അവനിപ്പോ ജോബിന് കയറി. അവൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ 1-2 പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. സത്യം പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഇതിൽ നിന്നാണ്. ഈ ആപ്ലിക്കേഷൻസ് ചെയ്ത് സത്യം പറഞ്ഞാൽ എന്നെ കറക്റ്റ് ആയിട്ട് ഇപ്പം എന്താണ് ആ ഒരു കറക്റ്റ് എന്താണ് ഒരു പാത്ത് കാണിച്ചു തന്നത് എനിക്ക് തോന്നുന്നു യദുവിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്ററിങ് ആണ്. കാരണം കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാമെങ്കിലേ നമുക്ക് പറ്റുള്ളൂ യദു. കാരണം അല്ലാതെ നമ്മൾ ഇനിയിപ്പോ എത്ര സ്കിൽഡ് ആണെന്ന് പറഞ്ഞാലും NHSനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് അവിടെ പോയി അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിപ്പം ദൈവം തന്നെ ഒരു പ്യുവർ എക്സാമ്പിൾ ആണ് അതിന്. കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഷോക്കേസ് ചെയ്ത് അതിനെ ടൈലർ ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഓക്കെ നമുക്ക് സപ്പോർട്ട് യൂസ് ചെയ്യും. പക്ഷെ ഇൻഫർമേഷൻസ് ഹ്യൂമനൈസ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ അതിന് എത്ര ആപ്ലിക്കേഷനിൽ എത്ര ഇന്റർവ്യൂ ആണ് ദൈവം ആലോചിക്കും. അതെല്ലാം സക്സസ് ആണ്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഇത് കിട്ടിയതിന് ശേഷം 11 ഇന്റർവ്യൂ ആണ് വിഡ്രോ ചെയ്തത്. ഒന്ന് ആലോചിക്കേ. അതാണ് അപ്പം വന്നുകൊണ്ട് റിസൾട്ട് കിട്ടും അല്ലേ? അതാണ് സംഭവം. ഞാൻ അതിനുശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഓഫർ കിട്ടിയതിന് ശേഷം എനിക്ക് തുരുതുരായ ഇന്റർവ്യൂസ് ഇങ്ങനെ മുമ്പ് അപ്ലൈ ചെയ്തത് അതിനെല്ലാം ഇന്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മനസ്സിലായി ഓക്കെ എന്റെ ആപ്ലിക്കേഷൻ ഇത്രയും സ്ട്രോങ് ആയിരുന്നു. സത്യം ദൈവം ഇതാണ് ഇപ്പൊ എനിക്ക് നമ്മുടെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഡോപ്പ് എന്ന് പറയുന്നത് ഇതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ വിളിച്ച് പറയുന്നു, ഇപ്പൊ ദൈവം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. അതായത് ഈ ഇന്റർവ്യൂ കിട്ടുന്നതിന് മുന്നേ എനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ എല്ലാം നിർത്താൻ പോവാണ്, നമ്മളെല്ലാം സംസാരിച്ചു. അത് ഞാൻ കറക്റ്റ് എക്സാക്ട്ലി അതായിരുന്നു ഞാൻ ഇതിനോട് പറഞ്ഞത്. ഞാൻ ആ ഇന്റർവ്യൂ ഇവിടെ നിർത്തുക, ഞാൻ മടുത്തു. കാരണം എനിക്ക് റീറ്റെയിലിൽ തന്നെ 1-2 ഓഫർ വന്നു. കാരണം എനിക്ക് റീറ്റെയിലിൽ UK എക്സ്പീരിയൻസ് ഉള്ളതുണ്ട്. പക്ഷെ ഈ എന്താണ് ഒരു പേഴ്സണലി എന്റെ മനസ്സും ശരീരവും അതിനെ അനുവദിക്കുന്നില്ല പോകാനായിട്ട്. കാരണം ഒരു പേ വൈസ് മാത്രമേ ഞാൻ അവിടെ ഹാപ്പി ആയിരിക്കുള്ളൂ. അല്ലാതെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. നമ്മളെന്താണ് ജോലി ചെയ്യേണ്ടി വരും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലോങ് ഡേറ്റ് ഇട്ടിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ഫിനിഷ് ചെയ്യുന്നവരെയുള്ള ഡേറ്റ് ഇട്ടിട്ട് ഈ ഇന്റർവ്യൂ ലാസ്റ്റ് ആയിട്ട് വെച്ച് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച ജോയിനിങ് ഡേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ജോയിനിങ് ഡേറ്റിന് 3 ദിവസം മുമ്പാണ് എന്നെ വിളിച്ചിട്ട് അവർ പറയുന്നത് കണക്കിന് ഞാൻ സെലക്ട് ആയെന്ന്. പിന്നെ ഞാൻ അതെല്ലാം ഓരോന്നായിട്ട് വിളിച്ച് സംസാരിച്ച് വിഡ്രോ ചെയ്യുകയായിരുന്നു. ഞാനിത് ഡിസേർവിംഗ് അല്ല, എനിക്കിത് കിട്ടില്ല. മെയിൻലി ഒരു എന്താണ് ഞാൻ ഇതിന് ഡിസേർവിംഗ് അല്ല, എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഒരു ആവശ്യമില്ലാത്ത ചിന്തകളിൽ നമ്മുടെ തലയിലോട്ട് കയറിയിട്ട് ഓക്കെ ഇത് ആൾക്കാർ പറയുന്നത് ശരിയാണ്, നമ്മൾ ഇതിന് ഡിസേർവിംഗ് അല്ല ഈ ജോബിന് എന്നൊക്കെ ആ ഒരു ഇത് വന്നു. കാരണം അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ട് ദേവിന്റെ ഇതേപോലത്തെ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ, ഒരു നെഗറ്റീവ് മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ മാക്സിമം ദേവിന് 3-4 മിനിറ്റിന്റെ ഓഡിയോ അയക്കുന്നതിന്റെ റീസൺ തന്നെ എനിക്കറിയാം ഓക്കെ ഇതൊരു മാറ്റർ ഓഫ് ടൈം ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ദേവിന് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ബിക്കോസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ അപ്പം
ലൈക്ക് ഒരു പാനൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവന് കിട്ടിയിരിക്കും. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ അവിടെ ചെന്ന് കയറിയത്. പക്ഷെ അതും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. കാരണം അത്രയും പ്രിപ്പറേഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ഇന്റർവ്യൂസ്. കാരണം പിന്നെ മെയിൻലി എനിക്ക് തോന്നുന്നു ചിലപ്പം അത്രയും ഫ്രീ ആയിട്ട് പോയോണ്ടായിരിക്കാം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ടെൻഷനിലായിരുന്നു, റിലാക്സ്ഡ് ആയിരുന്നു. കാര്യം എന്തായാലും ഇതുകൊണ്ട് തീരുവാണല്ലോ എന്നുള്ള രീതിയിൽ കൂടെ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഒരു മാറ്റർ ഓഫ് ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് അപ്പൊ ചെയ്യുന്നു. അതിലൊരു കാര്യം ഞാൻ യദുവിന്റെ മെസ്സേജ് ആണ്. ആ സമയത്ത് എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്തൊരു മെസ്സേജ് യദുവിന്റെ മാത്രമേ വന്നുള്ളൂ. അതെ എനിക്ക് അതിനെ ഇപ്പം നമുക്ക് മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും നമ്മുടെ ആ സിറ്റുവേഷൻ ഡയറക്റ്റ് കണ്ടിട്ട് അവർക്ക് ഓക്കെ വേണ്ട നിർത്ത് എന്നാണ് പറഞ്ഞത്. അപ്പം യദു മാത്രമായിരുന്നു ആ മെസ്സേജ് ഇട്ടോ, ഓക്കെ നീ പോവ്, അതൊരു മാറ്റർ ഓഫ് ടൈം ആണ്, പോവ്, ബാക്കി നമുക്ക് നോക്കാം, പോയിട്ട് പോവാ എന്ന് പറഞ്ഞത്. അതെ, കാര്യം എനിക്കറിയാം ദൈവന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. കാര്യം അത് റിയലൈസ് ചെയ്ത് ഞാനാണ് മോക്ക് ഇന്റർവ്യൂ നടത്തിയതും ദൈവനെ കണ്ടതും അറിഞ്ഞതും ഒക്കെ തന്നെ എന്തായാലും നോക്കി. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ അത് കളയാന്ന് പറയുന്നത് ലൈക്ക് നമുക്കത് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് മനസ്സിലായി. ഇപ്പം ദൈവം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരെ നമ്മൾ കാണും. ഓക്കെ, അതിലൊരു 100 പേരെ എനിക്ക് പറഞ്ഞാൽ 50 പേരായിരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ബാക്കിയുള്ള പരിചയമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഇന്റേണലി ഒരു ബോണ്ട്, ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ ക്രിയേറ്റഡ് ആവും അവിടെ. മനസ്സിലായോ? അപ്പൊ പേഴ്സണലി എനിക്കാണെങ്കിലും തോന്നുന്നു നിങ്ങൾ ആ ജോബിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അത്രയും നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര ആഗ്രഹം നിങ്ങൾക്ക് അത് കിട്ടണം എന്നുള്ളൊരു സംഭവം. അപ്പൊ എനിക്ക് ഒരു സൈഡിൽ കൂടെ ആണെങ്കിലും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഫൈനലി നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും കിട്ടി. അതിൽ എന്തായാലും ഒരുപാട് ഹാപ്പി. ദൈവം വന്ന് വിളിച്ചു പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു. എന്തായാലും കിട്ടിയല്ലോ, കാര്യങ്ങളെല്ലാം ഓക്കെ ആയല്ലോ. കാര്യം നമ്മൾ ലൈക്ക് അത്രയും ആഗ്രഹിക്കുന്ന ഒരു സംഭവം. പിന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് വരാനായിട്ട് പറ്റും എന്തായാലും, ഇല്ലേ? ഇപ്പൊ ദൈവം പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ലൈക്ക് ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്, അത്രയും പ്രൗഡാണ് ഒന്ന്. ഓക്കെ, ഞാൻ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ 1-2 ഫ്രണ്ട്സിനോടും പറഞ്ഞതാണ്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. കാരണം നമ്മൾ പോയിട്ട് ഈ മെറ്റീരിയൽസ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ, മൂക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങൾക്ക് എന്താ കഴിവില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ചിലർക്ക്. മനസ്സിലായില്ലേ? അപ്പം അത് എന്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, ചിലർക്ക് അത് മനസ്സിലായില്ല. ആ ഒരു റിയൽ എക്സ്പീരിയൻസ് വരുമ്പോഴേ അവർക്ക് അത് മനസ്സിലാവും. 100%. കാര്യം ഇതൊന്നും നമുക്ക് ലൈക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവം ഇപ്പൊ എന്തായാലും ഇപ്പൊ ദൈവന് എക്സാക്ട്ലി ഒരു സെഷൻ എടുത്തിട്ടുള്ളത് ദൈവന് അറിയാം എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് കാര്യം, അല്ലേ? കാരണം ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു ഓപ്പൺ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ പോകുന്നു, ഓക്കെ, അതിലൊരു മാസ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയി ചിലപ്പോൾ നിങ്ങളൊരു മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ തന്നെ അവർ നിങ്ങളെ എടുത്തു എന്ന് വരാം. കാരണം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഒരു വേക്കൻസി ഉള്ളിടത്ത് നിങ്ങൾ പോകുമ്പോൾ, ഒരേ ഒരാൾ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു 10-30 പേര് കാണും മത്സരിക്കാൻ. അതൊന്നും ഒരാളായിരിക്കും അവർ എടുക്കുന്നത്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട്, അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര എന്താണ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നല്ല, അവർക്ക് അവർ പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെയിം ആണ് അവിടെ ചെന്നിരിക്കുന്നത്. പിന്നെ അവിടെ ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത്, അവരാണ് അത് കൊണ്ടുപോകുന്നത്. അതിലേ കാര്യമുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ അത് റിയലൈസ് ചെയ്ത് ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് സത്യം പറഞ്ഞാലും നമ്മള് ഇപ്പം കുറച്ചൊക്കെ ബെൻഡ് ഡൗൺ ചെയ്ത് നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അഹങ്കാരം എന്ന് പറയും, ഉണ്ടായിരുന്നു. കാരണം ഇത്ര എക്സ്പീരിയൻസ്, എനിക്ക് ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ 7 years എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത ആളല്ലേ, അപ്പം ഓൾമോസ്റ്റ് സിമിലർ ജോബ് ചെയ്ത ആളല്ലേ, പിന്നെ എനിക്ക് എന്തിനാണ് ഇത്രയും പ്രിപ്പറേഷന്റെ ആവശ്യം എന്നൊക്കെ ഒരു ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്ന ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് വരുന്ന ഒരു പ്രശ്നമാണത്. അതെ, വൈഫിന് വേണം മെയിൻ ആയിട്ട് നമ്മൾ ഇത് കൊടുക്കാനായിട്ട്, അല്ലെ, ക്ലാപ്സ് കൊടുക്കാനായിട്ട്. കാര്യം വൈഫാണ് പുറകെ നടന്ന് ദൈവനെ വിട്ട് ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിച്ചത്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ, എന്തായാലും എനിക്കറിയില്ലായിരുന്നു. അതെ, വൈഫിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുമായിട്ട്. അപ്പം ഞാൻ അന്ന് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഇൻവോൾവ് അല്ല. ഞാൻ പുള്ളിക്കാരിയെ മറ്റേ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെങ്കിലും പുള്ളിക്കാരി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഗൈഡൻസിലാണ് അതൊക്കെ ചെയ്തത്. വൈഫിന്റെ പേരെന്തായിരുന്നു? നീനു പത്രോസ്. എനിക്ക് ലൈക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചാറ്റ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളെ അറിയാമായിരിക്കും എന്തായാലും. ലൈക്ക് എനിവേ ഞാനിപ്പോ അത് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. കാര്യം വൈഫിന്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ വൈഫ് എന്തായാലും ദൈവന്റെ അടുത്തും പറയുക എന്തായാലും, അല്ലേ? എല്ലാ സൈഡിൽ നിന്ന് മോട്ടിവേഷൻ ആയിരുന്നു ദൈവന് മൊത്തത്തില്, അല്ലേ? എന്തായാലും കൊള്ളാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പൊ ദൈവ ഈ കാര്യങ്ങൾ ഇപ്പം അറിവ് നമ്മൾ മാക്സിമം ഇനി ഒരു 10 പേരെങ്കിലും ദൈവ വഴി അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാ. പ്ലസ് ഈ ഒരു ഫീഡ്ബാക്ക് സെഷൻ നമ്മൾ നടത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ് ദൈവം ആ ഗോ ത്രൂ ചെയ്തൊരു സ്ട്രഗിൾ, അത് ചെറുതല്ല.
ഓക്കെ. ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് റിയൽ ആണെന്നുള്ളൊരു സംഭവം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള സംഭവമാണ്. അല്ലാതെ എളുപ്പ വഴികളില്ല എന്നുള്ളൊരു സംഭവമാണ് മെയിൻ ആയിട്ട്. ഞാൻ ചിലർക്ക് കിട്ടുമായിരിക്കും ഇത് എളുപ്പമായിട്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് എളുപ്പമല്ല. അത്യാവശ്യം നല്ല മെനക്കെടുന്ന പണിയാണ്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു പണിയാണ്. 100%. അതെ. പക്ഷെ അത് നമ്മൾ അതിന് ഇപ്പം നമ്മൾ അതിന് ഒന്ന് ട്രൈ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഒരു ജോലിയിൽ നിന്നിട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇത് തന്നെ വേണം, എനിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യണം, എനിക്ക് ഇത് മതി എന്ന് ചിന്തിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മെനക്കെടുന്നു. അതെ, ഉറപ്പായിട്ടും. കാര്യം ഇപ്പം അങ്ങനെ വരുന്നവരെ മാത്രമേ എനിക്കും പഠിപ്പിച്ചിട്ട് സന്തോഷമുള്ളൂ സത്യം പറഞ്ഞാല്. അതൊരു ഒരു ലൈക് കൈൻഡ് ഓഫ് ഒരു ടൈം പാസ് പോലെ വന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇല്ല ഞാൻ ഒരിക്കലും അല്ല. ദൈവം പറഞ്ഞല്ലോ 2 ടൈപ്പ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഞാൻ എന്റെ മാക്സിമം ഞാൻ സപ്പോർട്ട് ഇടും, എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും. അതേസമയം ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനി ഇന്റർവ്യൂ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ മോക്കിന് വരുമ്പോൾ ഞാൻ തന്നെ അന്ന് വിട്ടു, ഇത്രയും റിസോഴ്സസ് അവർക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം പോലും അവർ കേട്ടില്ല. എഗെയിൻ ഫൈനലി റിസൾട്ടിനകത്ത് നമുക്ക് കിട്ടുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ മിക്കവാറും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. അപ്പം അതേസമയം ഇപ്പൊ ദൈവനെ പോലെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് എന്താണ് ഏത് പ്രശ്നം എന്നറിയോ? മേ ബി അവര് യദുവിന്റെ വീഡിയോസ് കാണാൻ മെനക്കെടുന്നുണ്ടാവുന്നില്ല, അതാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോസിൽ ഇപ്പം ആൻസേഴ്സ് ഒക്കെ കൺവേർട്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കുറെ ക്ലൂസ് ചെയ്ത് തരുന്നുണ്ട് ചില വീഡിയോസിൽ. എനിക്ക് അതാണ് ഹെൽപ്പ് ചെയ്തത്. ഇപ്പൊ മെറ്റീരിയൽ കിട്ടിയപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് വീണ്ടും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് യദുവിന് മെസ്സേജ് അയക്കുന്നതിന് വരെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആ വീഡിയോസ് വാച്ച് ചെയ്യുന്നതാണ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത് അതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതായിരിക്കും ഒരു ഗ്യാപ്പ്. ഇവര് മെറ്റീരിയൽസ് കിട്ടിയതിന് ശേഷം വേറൊരു പ്രിപ്പറേഷൻ നടത്താതെ ഡയറക്റ്റ് മോക്കിന് വരുന്നു. കാരണം ആ വീഡിയോസും കൂടി കണ്ടാലും നമുക്ക് കുറച്ചുകൂടി നോളജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് ബിഹേവിയർ ആൻഡ് വാല്യൂസിനെ കുറിച്ച് വീഡിയോസ് ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ച് കാണുമായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ സ്പീക്കറിൽ ഇട്ടിട്ട് കേട്ടോണ്ടിരിക്കും. വേറെ ഒന്നുമല്ല, എവിടെയാണ് എനിക്ക് മിസ്സാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് ഞാൻ വാച്ച് ചെയ്യും എല്ലാ ഇന്റർവ്യൂസിന് മുമ്പ്. ബേസിക്കലി എനിക്ക് ടൈം കിട്ടുമ്പോഴാണ്, അതായത് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ട്. ഡെയിലി ഒരു 1 hour to 2 hours ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഓരോ ഇന്റർവ്യൂസിന് മുമ്പ് 2-3 ദിവസം ഡെയിലി സ്പെൻഡ് ചെയ്യും ഒരു പ്രിപ്പറേഷന് വേണ്ടി. അപ്പൊ ആ സമയത്താണ് ഞാൻ വീഡിയോസിലോട്ട് പോകുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആൻസർ സ്റ്റക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കിട്ടിയിട്ട് തിരിച്ചു വരും. ഉറപ്പായിട്ടും. അപ്പൊ അത് ലൈക്ക് ഇപ്പം ഞാൻ കുറെ പേരെടുത്ത് പറയാറുണ്ട്, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പൊ മോക്കിനോ ബാക്കിയുള്ളതിന് സമയങ്ങളിൽ ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ റെക്കോർഡ് സെഷനെങ്കിലും ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോകും അല്ലെ. അപ്പൊ നമുക്കൊരു ഐഡിയ. റെക്കോർഡഡ് സെഷൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അതിൽ എന്തുണ്ട് എന്ന് തോന്നിയിട്ട് വരാം. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ അതിൽ മനസ്സിലാവും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഇമേജ് ആയിട്ടാ തോന്നി ആ പുള്ളിക്കാരിനെ അവിടെ. കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അതെ എക്സാക്ട്ലി. കാര്യം നമുക്ക് എക്സ്പോഷർ ഇല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫീഡ്ബാക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ ഒരു ഇൻസൈറ്റ് കിട്ടുക എന്ന് പറയാം അതിന്, അല്ലെ. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇനി എന്ത് പ്രിപ്പറേഷൻ വേണം. അപ്പം എക്സാക്ട്ലി ദേവ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം. അത് കണ്ടുവന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരാള് മോക്കിന് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യും. അപ്പൊ എനിക്ക് എന്റെ 100% എഫേർട്ട് എനിക്ക് ഇടാൻ പറ്റും അത് പറഞ്ഞു. കാര്യം എനിക്ക് സന്തോഷം എന്താ കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. എനിക്കൊന്നും അതായിരുന്നു നമ്മുടെ പ്രോസസ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോയത്. ഒന്ന്, ദേവിന് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ബിക്കോസ് യു ആർ പ്രിപ്പയർഡ് വെൽ. മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ടിൽ എത്തുന്നത്. എന്താണ് നമ്മൾ കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ പാസ്റ്റ് അത് മറന്നിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് ഞാൻ എല്ലാവരോടും പറയും. കാരണം നമ്മൾ ചിലപ്പം ചില സോഫ്റ്റ്വെയർസിൽ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ആവശ്യമുള്ള എൻറ്റയർലി ഡിഫറെന്റ് ഒരു വേൾഡ് ആണ് ആ ഇന്റർവ്യൂ ടൈമിൽ. അതെ ഉറപ്പായിട്ടും ദേവ്. എന്തായാലും ഒരുപാട് സന്തോഷം ദേവ്, സമയം കണ്ടെത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യാണ് ഈ ഒരു ഫീഡ്ബാക്ക് സെഷന് വേണ്ടിയിട്ട്, അല്ലെ. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ എന്തായാലും. കാര്യം ഒരുപാട് പേരുണ്ട് ചുറ്റിനും. അപ്പം അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാതിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ജോബ്. ഇപ്പൊ ദേവ് പറഞ്ഞല്ലോ അഡ്മിനിൽ നമുക്ക് കയറാൻ പറ്റും. അതെ, അത് തന്നെയാണ് എന്റെ കൂട്ടത്തിൽ എനിക്കൊരു പറയാം ഒരു 90% ഫ്രണ്ട്സ് ഇവിടെ ഉള്ളവർക്ക് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. നമുക്ക് കയറാൻ പറ്റും. നമുക്ക് ഒരുപാട് നമുക്ക് മെറ്റീരിയൽ ഓഫീസറായിട്ട് കയറാം, അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് ഓഫീസറായിട്ട് കയറാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് തന്നെ. ഒരുപാടുണ്ട്. വാർഡ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ബുക്കിംഗ് ഓഫീസർ ഉണ്ട്, അഡ്മിഷൻസ് ഉണ്ട്. അതെ, ദേവനെ എനിക്ക് അയച്ചപ്പോ എനിക്ക് തോന്നുന്നു ദേവനെ അയച്ച മെറ്റീരിയൽ എന്തെല്ലാം ഓങ്കോളജി അഡ്മിനിസ്ട്രേറ്റർ, പേഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ, എന്തെല്ലാം സംഭവം നമ്മൾ അയച്ചു അല്ലെ. ഫോളോ അപ്പ് അഡ്മിനിസ്ട്രേറ്റർ, അക്യൂട്ട് അഡ്മിനിസ്ട്രേറ്റർ, ഒരുപാട് ഉണ്ടായിരുന്നു. പാത്വേ കോർഡിനേറ്റർ, അങ്ങനെ കുറെ സംഭവം. അതെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറമേ നോക്കുമ്പോഴേക്കോ ഇതെല്ലാം മെഡിക്കൽ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ആണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നതെല്ലാം പക്ഷെ ഇതേപോലെ അഡ്മിനിൽ സ്കില്ലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ജോബ്സ് ആയിരുന്നു. അതെ അത്രേ ഉള്ളൂ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഈ ഒരു
മെയ് 2025 വരെ എനിക്കൊരു ഓപ്ഷൻ NHSC ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അറിയില്ല. കാര്യം ഇപ്പം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നല്ല, നമ്മൾ ചിലപ്പോൾ 100-200 കൊടുക്കേണ്ടി വരും എന്തായാലും, മനസ്സിലായോ? ഇപ്പം എല്ലാം നമ്മളെന്ന് വെച്ചാല് പെട്ടെന്ന് കിട്ടണം എന്നല്ല, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടേ എന്റെ ടോട്ടൽ ആപ്ലിക്കേഷൻ 51 ആയിരുന്നു കേട്ടോ ഇത്. 51 അതും പക്ഷെ അത് ഒന്നും അല്ലാന്ന് ഞാൻ പറയും. കാരണം ഇത് തന്നെ എനിക്ക് ഒരാളുടെ ഷെയർ ചെയ്തായിരുന്നു, ഒരു 540 ആപ്ലിക്കേഷൻ കൊടുത്ത ഒരാളിന്. അതെ, ഓർമ്മയുണ്ട്. എന്നിട്ടാണ് പുള്ളിക്കാരന് ജോലി കിട്ടിയത്. അതെ 100%. 540 അല്ല, അത് വന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് കാണിച്ചു തരാം, ഇത്ര ആപ്ലിക്കേഷൻ ഇട്ട ഒരാളുടെ വീഡിയോ MNCയുടെ പേജിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ടും 100%. കാര്യം അത് എക്സാക്ട്ലി അതിനകത്ത് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആപ്ലിക്കേഷൻ, കാര്യം ഒരു ദൈവം ആലോചിക്കും, ഒരു ആപ്ലിക്കേഷൻ ദൈവം കൊടുക്കാനായിട്ട് മിനിമം 2 to 3 മണിക്കൂർ എടുക്കുമായിരിക്കും, ഇല്ലേ? 500 ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അവർ എത്ര മണിക്കൂർ എടുത്താണ്? ഒരു 2 മണിക്കൂർ ആവറേജ് കൊടുത്തോട്ടെ എന്തായാലും. ഓക്കെ, പക്ഷെ സ്റ്റിൽ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഈ കൊച്ച് 100 ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, സാർ ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറയും കൊടുക്ക്, 200, 300, 400, 500, പക്ഷെ 600 മുന്നേ ആയപ്പോഴത്തേന് അറ്റ്ലീസ്റ്റ്. പക്ഷെ എന്താ കാര്യം, പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ, പല ഫാക്ടേഴ്സ് ആണല്ലോ ദേവ് പറഞ്ഞ പോലെ. വാക്കൻസിക്ക് എടുക്കുന്നതിന് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ടേൺ വരണമെന്നുണ്ടെങ്കിൽ അതിന് ജോബ്സിന്റെ സ്ട്രഗിൾ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു വേക്കൻസിക്ക് ആയിരിക്കും ഇത്രയും പേരെ വിളിക്കുന്നത്. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കാണും, ഓക്കെ ബാൻഡ് 3 റോളല്ലേ, അഡ്മിൻ റോളല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ എന്ന് വിചാരിച്ച് ചെല്ലരുത്. ഉണ്ട്, അത്യാവശ്യം മെനക്കെടണം, നല്ല പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ഒരു സജഷൻ അതാണ്. പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. അതെ, വെരി ഗുഡ്. എന്തായാലും ഒരുപാട് സന്തോഷം ദേവ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും നല്ലൊരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞതിലും ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷനാണ്. അപ്പൊ എന്തായാലും ഇനിയും ഫർദർ കരിയർ പ്രോഗ്രഷൻ, എനിക്കറിയാം ദൈവന് മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ള സംഭവം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാൻഡ് നിൽക്കരുത്, ഫർദർ കരിയർ പ്രോഗ്രഷൻ എല്ലാം തന്നെ നടത്തണം നല്ല രീതിയിൽ തന്നെ. ഇപ്പം നല്ലൊരു ജോബാണ് കിട്ടിയിരിക്കുന്നത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് NHS ഉള്ളത്. അതൊരു വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറട്ടെ എന്തായാലും. ഓക്കെ, അപ്പം മെനി ലേഡേഴ്സ് കാര്യങ്ങളെല്ലാം കയറി നല്ല നല്ല പൊസിഷൻസിലോട്ട് ദൈവം വിചാരിക്കുന്ന പോലെ എത്തട്ടെ എന്തായാലും. ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക, എന്ത് ഹെൽപ്പിനും പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ എന്തായാലും തരാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. എന്തായാലും കേട്ടോ, ഹാപ്പി ടു ഹെൽപ്പ് ഓൾവേസ് കേട്ടോ. ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷനെ മീറ്റ് ചെയ്തതും ഒരു ലക്കിയാണ് ഞാൻ. കാര്യം നമുക്ക് ചില സമയത്ത് മെന്ററിങ് വേണമല്ലോ. അപ്പം ആ മെന്റർ കറക്റ്റ് ആണെങ്കിലേ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ. ആ ഒരു പാർട്ട് MNC കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്നു. അത് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ആ ഒരു കാര്യത്തിൽ. കാരണം ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിനെ ഇപ്പം ആ ഒരു വാല്യൂസിലാണ് നിങ്ങൾ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ രീതിയിൽ എന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അതെ, നമ്മള് ഈ നാട്ടിലല്ലേ ദൈവം എന്തായാലും ഉള്ളത്, അല്ലെ? അപ്പം UK എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കൾച്ചറിലോട്ട് നമ്മൾ കയറിയിരിക്കണം. അതെ, ഞാൻ എക്സാക്ട്ലി ആ വേർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എന്റെ കൾച്ചറിൽ തന്നെ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവന്നു. ഞാൻ പോയി ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലും ഒക്കെ കംപ്ലീറ്റ് കൾച്ചറിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അതിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. കാരണം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ലക്കിയാണ്, കാരണം ഇത്രയും പെട്ടെന്ന് കിട്ടിയല്ലോ. അപ്പം അത് മേ ബി ഈ ബാക്കപ്പ് കൊണ്ട് മാത്രമായിരിക്കും, ഈ ഒരു പുഷ് നിങ്ങൾ തന്നോണ്ടായിരിക്കും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള മെന്ററിങ് ഒക്കെ ടൈം ബൈ ടൈം എനിക്ക് കിട്ടിയോണ്ടായിരിക്കും എനിക്ക് ആ കറക്റ്റ് ചാനലിലോട്ട് വരാൻ പറ്റിയത്. അതെ, പക്ഷെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത് ദൈവം അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട കേൾക്കുന്ന ആൾക്കാരെ ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ. ദൈവന്റെ ഹാർഡ് വർക്ക് കാര്യം ഞാൻ പറഞ്ഞില്ല, എഗെയിൻ ഞാൻ 2 ടൈപ്പ് ആൾക്കാരെ കാണുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ഇല്ലാത്തവരും. ചെയ്യുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടിയിട്ടുള്ളൂ എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, അല്ലാതെ അത്യാവശ്യം ഹോംവർക്ക് ചെയ്യണമെന്ന് തന്നെ ഞാനും പറയത്തുള്ളൂ. കാരണം ഒന്ന് മെനക്കെടണം, നോട്ട്ബുക്ക് ഒക്കെ എടുത്തു വെച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തു വെച്ച് ഒന്ന് മെനക്കെടണം. താങ്ക് യു. എന്തായാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഒരു ബെസ്റ്റ് വിഷസ്. എല്ലാം നന്നായിട്ട് പോട്ടെ. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ ഹെൽപ്പിനും ഗൈഡൻസിനും കറക്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു യദുവിന്റെ ഇൻവോൾവ്മെന്റിനും എല്ലാത്തിനും വളരെയധികം താങ്ക് യു. ഒരുപാട് സന്തോഷം എന്തായാലും കേട്ടോ. എന്തായാലും ദൈവ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലെസ് കേട്ടോ. ടേക്ക് കെയർ. ഓക്കെ. Run it up, hit them up, give them that funk like serving that thump right out of that trunk like run it up, fuck it up. Run it up, hit them up.